ശബരിമലയിൽ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ പ്രേക്ഷകർ ഇതിനോടകം തന്നെ പലരും അറിഞ്ഞതാണ്. നമുക്ക് കുറച്ചുകൂടെ കൂടുതലായി വിശേഷങ്ങൾ അറിയാം. ആരുടേതല്ലേ? ശബരിമലയിൽ സ്വാമിയെ കാണാൻ പോയി റുബിക്സ് ക്യൂബ് ഉപയോഗിച്ച് അയ്യനെ നിർമ്മിച്ച വൈറലായ സഹോദരങ്ങളെ തേടിയാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ അടുത്ത യാത്ര. എറണാകുളം ആമ്പല്ലൂർ സ്വദേശികളായ അഭിനവിന്റെയും അദ്വൈതിന്റെയും വീട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ? അന്ന് കണ്ടത് അയ്യന്റെ ആ ചിത്രം മാത്രമാണ് റുബിക്സ് ക്യൂബിൽ തയ്യാറാക്കുന്നത്. എന്താണ് അഭിനവിനും അദ്വൈതിനും പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് കേൾക്കാം. YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം. ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ എത്തി നിൽക്കുന്നത് എറണാകുളം ആമ്പല്ലൂരിലാണ്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു വൈറൽ പ്രതിഭയാണ്. വൈറൽ പ്രതിഭയല്ല, വൈറൽ പ്രതിഭകളെ. ശബരിമല സന്നിധാനത്ത് പോയി അയ്യപ്പൻ്റെ വിസ്മയം തീർത്ത റുബിക്സ് ക്യൂബിൽ അയ്യപ്പൻ്റെ വിസ്മയം തീർത്ത് വൈറലായ 2 ചെറുപ്പക്കാരെ പരിചയപ്പെടാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് അവർക്ക് പിന്നിൽ ആരാണ്? എല്ലാം വിശദമായി തന്നെ നോക്കാം. ഈ കാണുന്ന റുബിക്സ് ക്യൂബുകൾ അഭിനവിനും അദ്വൈതിനും വെറും ക്യൂബുകളല്ല, ചെറുപ്രായം മുതൽ തങ്ങളുടെ ഉറ്റ മിത്രങ്ങളാണ്. ആമ്പല്ലൂർ KPM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇവർ സന്നിധാനത്തെത്തി റുബിക്സ് ക്യൂബിൽ തീർത്ത അയ്യപ്പ രൂപത്തിലൂടെയാണ് ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇരുവരുടെയും കഴിവിന് മുന്നിൽ തീർത്ഥാടകരും പോലീസുമൊക്കെ അത്ഭുതപ്പെട്ടു നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മക്കളുടെ ഈ വൈദഗ്ധ്യത്തിന് പിന്നിൽ പൂർണ്ണമായും അമ്മ ഇന്ദുവാണ്. അപ്പം ശബരിമല സന്നിധാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ അമ്മയുടെ പേരാണ് രണ്ടുപേരും പറഞ്ഞത്. അച്ഛനും അമ്മയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞത്. അപ്പം അമ്മയാണ് ഇതിൻ്റെ ശരിക്കും ഒരു ഇന്ധനം അല്ലേ? അതെ, ഇവൻ 5 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. ആദ്യം ഒരു ക്യൂബിൽ തുടങ്ങി, പിന്നെ അതിൽ രസം തോന്നിയപ്പോൾ ഞങ്ങൾ വീണ്ടും ഓരോരോ ക്യൂബുകൾ വാങ്ങി. പിന്നെ പോർട്രേറ്റ് കണ്ടപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ റെഡിയായി. ഇപ്പോൾ ഞങ്ങളൊരു 50ഓളം പോർട്രേറ്റുകൾ ചെയ്തിട്ടുണ്ട്. മലയിറങ്ങി തൊട്ട് പിന്നാലെ വീട്ടിലെത്തി ലാലേട്ടൻ ചിത്രത്തിലായിരുന്നു ഇരുവരുടെയും റുബിക്സ് ക്യൂബ് വിസ്മയം. നമ്മൾ മലയ്ക്ക് പോകാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളൊരു നൊയമ്പെടുത്ത് കന്യാസ്വാമിമാരാണല്ലോ, 40 ദിവസം നൊയമ്പ് കഴിഞ്ഞ് പോകാമെന്ന് എഴുതി. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവിടെ ചെയ്യാനായിട്ട്. പിന്നെ ഈ ക്യൂബ് കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ശ്രീജിത്ത് സാർ അതെല്ലാം ഏർപ്പാടാക്കി നമുക്ക് അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നു. യഥാർത്ഥത്തിൽ ഗണിത സമവാക്യങ്ങൾ കൃത്യമായി ചേരുന്നതാണ് റുബിക്സ് ക്യൂബ് സോൾവിംഗ്. RA', RF', ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെയൊക്കെയുള്ള സമവാക്യങ്ങൾ അഭിനവിനും അദ്വൈതിനും നിസ്സാരം. ഇതിൽ അമ്മ പകർന്നു കൊടുത്തൊരു ഇന്ധനം വലിയൊരു മനോഹരമായ ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനമുണ്ടോ? തീർച്ചയായും വളരെ സന്തോഷം തോന്നുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് റെഡിയാക്കാൻ പറ്റിയല്ലോ. തൻ്റെ മക്കൾക്ക് മാത്രമല്ല ഇന്ദു ഈ അറിവ് പകർന്നു നൽകുന്നത്. റുബിക്സ് ക്യൂബ് പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ എല്ലാം നടത്തി തന്നു. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി, പിന്നെ ഇന്ദു പറഞ്ഞു തന്നപ്പം എല്ലാം ശരിയായി. ഇതിനോടകം തന്നെ ഒട്ടേറെ അവാർഡുകളും സമ്മാനങ്ങളും രണ്ടുപേരും കരസ്ഥമാക്കി.
ഇനിയുമുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ. റുബിക്സ് ക്യൂബുകൾ കൊണ്ട് മാന്ത്രിക തീർക്കുന്ന അഭിനവിൻ്റെയും അദ്വൈതിൻ്റെയും ആഗ്രഹം ഇവിടെ ഒന്നും തീരുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഉയരങ്ങൾ കീഴടക്കണമെന്ന ആഗ്രഹമുണ്ട്. എല്ലാത്തിനും സപ്പോർട്ടായി അമ്മയും ഉണ്ട് കൂടെ. എല്ലാം നടക്കട്ടെ. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24. അപ്പോൾ അതാണ് രണ്ട് മിടുക്കന്മാരുടെയും കഥ. എന്താണ്, എങ്ങനെയാണ് അവർ ആ റുബിക്സ് ക്യൂബിൽ വിസ്മയങ്ങൾ തീർക്കുന്നതെന്ന് മനസ്സിലായല്ലോ. YS അഭിനന്ദാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്.